CMRL എക്സാലോജി കരാറിന്റെ നിഗൂഢതകൾ ഓരോന്നായി ചുരുളഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പിടിവള്ളി ഇല്ലാതാവുകയാണ്. പ്രതിപക്ഷ സ്ഥാനത്തു നിന്നുകൂടി ഒഴിയേണ്ടി വരുമെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എക്സാലോജിക് CMRL മാസപ്പടി വിവാദത്തിൽ മകൾ വീണ പ്രതിയാവുകയാണെങ്കിൽ പിണറായി പ്രതിപക്ഷ സ്ഥാനം ഒഴിയേണ്ടി വരും. പാർട്ടിയുടെ ഉന്നത നേതൃതലത്തിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഡിക്ക് മുന്നിൽ വീണ തുടർച്ചയായി ഹാജരായത് പിണറായി വിജയനെയും പാർട്ടി നേതൃത്വത്തെയും വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം ഇവിടെ കഥ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനിലാണ്. അന്ന് മകൻ ഇഡി കേസിൽ കുടുങ്ങിയപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്ന കോടിയേരി ബാലകൃഷ്ണനെ നമ്മൾ കണ്ടതാണ്. രോഗാസന്നനായ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ 2020 മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ലഹരി കേസ് വരുന്നതും വീട്ടിൽ റെയ്ഡ് നടക്കുന്നതും. അന്ന് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ബിനീഷ് കോടിയേരിയുടേത് വ്യക്തിപരമായ കേസാണെന്നുമായിരുന്നു CPM നിലപാട്. പാർട്ടിയോ നേതാക്കളോ വക്താക്കളോ അന്ന് കോടിയേരിയെയും ബിനീഷ് കോടിയേരിയെയും പ്രതിരോധിക്കാൻ ഇറങ്ങിയില്ല. ചാനൽ ചർച്ചകളിൽ പോയില്ല. ആ കുടുംബം വ്യക്തിപരമായി തന്നെ കേസിനെ നേരിട്ടു. ഒടുവിൽ ബിനീഷിനെ കോടതി കുറ്റവിമുക്തനാക്കി. അന്ന് പാർട്ടി സ്വീകരിച്ച അതേ നിലപാട് പിണറായി വിജയന്റെ കാര്യത്തിലും ആവർത്തിക്കണമെന്ന വികാരം പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. സ്വന്തം മകൾ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയാവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. മാസപ്പടി കേസിൽ നിർണായകമായ നടപടികളിലേക്കാണ് ഇഡി കടക്കുന്നത്. CMRL കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വീണ നൽകിയ മൊഴികളിലെ അവ്യക്തതകൾ ഇഡിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വീണയ്ക്ക് പണം ലഭിച്ച കാലയളവിൽ CMRLന് സർക്കാർ തലത്തിൽ വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇഡി കൃത്യമായി പരിശോധിക്കുകയാണ്. SFIയുടെ കണ്ടെത്തലുകളും ഇഡിക്ക് ലഭിച്ച മൊഴികളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വീണയെ കൂടുതൽ കുരുക്കിലാക്കുകയാണ്. കൂടാതെ അന്വേഷണം ഒന്നാം പിണറായി സർക്കാരിലേക്കും നീങ്ങുകയാണ്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ജയിലിൽ തുടരുന്നതും ആ കേസിൽ ഇഡി കക്ഷി ചേരാൻ തീരുമാനിച്ചതും CPM നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ പാർട്ടിക്കെതിരെയുള്ള കടുത്ത നിയമ നടപടികൾക്ക് വഴിയൊരുക്കുമെന്ന് നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെയും പാർട്ടി സെക്രട്ടറിയുടെയും നില പരുങ്ങലിലാക്കിയിരിക്കുകയാണ്. മകൾക്കെതിരായ കേസ് അന്വേഷണം മുറുകുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാൻ പാർട്ടിക്കിനി കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാസപ്പടി കേസിൽ 2.78 കോടി രൂപയുടെ ഇടപാട് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് സാധിക്കാത്തത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇഡി ചോദ്യം ചെയ്യൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തള്ളിക്കളയാനുമാവില്ല. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഉണ്ടായ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള എതിർപ്പുകൾ ഇതിലൂടെ കൂടുതൽ ശക്തമാകും. രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ സ്ഥാനമൊഴിയാൻ പിണറായി വിജയൻ നിർബന്ധിതനായാൽ അത് കേരള രാഷ്ട്രീയത്തിൽ CPMന്റെ വലിയ തകർച്ചയുടെ തുടക്കമാകും.